ശരി, അവസാനമായി ലിജുവിന് ഒരു അവസരം. ശരി ശരി ശിവശങ്കർ, അവസാനമായി ലിജു. സമയം കഴിയുകയാണെങ്കിലും ലിജു വേഗം. ഞങ്ങൾ ഇവിടുത്തെ ഭരണഘടന തകർന്നു എന്ന് പ്രകടനം നടത്തിയില്ലല്ലോ. ഞാൻ പറയട്ടെ, രാജ്യത്തിന്റെ അഭിമാന ശിവശങ്കരൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, രാജ്യത്തിന്റെ അഭിമാന സ്ഥാപനമാണെന്ന ഭാരത് അലൂമിനിയം കമ്പനി ബാൽക്കോ, ഹിന്ദുസ്ഥാൻ സിങ്ക് രണ്ടും കൊടുത്ത സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസിന്, ഇൻഡോ പെട്രോ കെമിക്കൽ കോർപ്പറേഷൻസ് ലിമിറ്റഡ് റിലയൻസ് ഇൻഡസ്ട്രീസിന്, VSNL വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് കൊടുത്തത് ടാറ്റ ഗ്രൂപ്പിന്, 35 പബ്ലിക് സെക്ടർ യൂണിറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSU യൂണിറ്റ്സുകളാണ് BJP സമീപകാലത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തത്. അതിൽ 2021 തന്നെ ടാർഗറ്റ് 22ആയി. ഈ 2024 35 പ്രധാനപ്പെട്ട VSNL ഉൾപ്പെടെ ടാറ്റയ്ക്ക് കൈമാറിയ ആളുകളാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? പ്രധാനപ്പെട്ട പോർട്ടുകൾ ഞാൻ പറയുമ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഈ അവസാന സമയത്ത് ബഹളം വെക്കാതെ ഡിസ്ഇൻവെസ്റ്റ്മെന്റും സെയിലും രണ്ടല്ലേ? പരിപൂർണമായ ഓഹരിയിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് പരിപൂർണമായി കൈമാറുന്ന ഒരുപോലെയാണോ? രാജ്യത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പോർട്ടുകൾ, പ്രധാനപ്പെട്ട മൈനിങ് സെക്ടറുകൾ, അതുപോലെ പെട്രോളിയം സെക്ടർ, 35ഓളം PSU, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഉൾപ്പെടെയുള്ള വിസാഖ് സ്റ്റീൽ പ്ലാന്റിന്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ല, നിങ്ങൾ വിറ്റ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു സത്യമല്ലേ? നിങ്ങൾക്ക് ഈ കിട്ടുന്നതിന്റെ ഏറ്റവും പ്രധാന ഷെൽ കമ്പനികൾ എങ്ങനെയാണ് വിദേശത്ത് രൂപീകരിക്കപ്പെടുന്നത്? നരേന്ദ്രമോദി പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളല്ലല്ലോ നമ്മുടെ വിഷയമായിട്ട് വന്നത്. ശരി, സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്.